ഇന്ന് ഞങ്ങൾ ലോക സിനിമ കാണാൻ പോയതിൻ്റെ വിശേഷങ്ങളാണ്. ഞാൻ RP മാളിലായിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത് കേട്ടോ. ഞങ്ങൾ ചെന്നത് കുറച്ച് നേരത്തെ ആയിരുന്നു കേട്ടോ. കുറച്ച് നേരത്തെ പോയിട്ട് അവിടെയൊക്കെ കുറച്ച് നേരം കറങ്ങിയൊക്കെ നടന്ന് വെറുതെ അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കുറച്ച് കടകളും പർച്ചേസിങ്ങും ഒക്കെ ചെയ്ത്. പർച്ചേസിങ് അധികമൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് കഴിക്കാനുള്ളതൊക്കെ മേടിച്ചതേ ഉള്ളൂ കേട്ടോ. പിന്നെ ദാണ്ടെ കുറച്ച് ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ എന്നെങ്കിൽ ഒരു ഷോപ്പിൽ കയറിയായിരുന്നു, ക്ലോത്തിൻ്റെ ഒരു ഷോപ്പിൽ കയറിയായിരുന്നു. എന്നിട്ട് അവിടെ നിന്നൊന്നും വാങ്ങിയൊന്നുമില്ല, ജസ്റ്റ് അവിടെ എല്ലാം കറങ്ങി നടന്ന് സമയം ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ കറങ്ങി നടന്നതാണേ. കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടന്ന് തുണികളൊക്കെ നോക്കി. എന്നിട്ട് ഒരു കർച്ചീഫ് പോലും വാങ്ങിച്ചില്ല. അവരെന്ത് വിചാരിച്ചോ എന്തോ, തിരിച്ചിഞ്ഞ് പോരുന്നു കേട്ടോ. കുറച്ച് ഏറെ സമയം ഉണ്ടായിരുന്നു, അത് കാരണമാണ്. പിന്നെ ദാണ്ടെ ഈ തോക്ക് വെച്ചിട്ട് ബലൂൺ പൊട്ടിക്കുന്ന ഒരു ഗെയിം ഉണ്ടല്ലേ, അതൊക്കെ ചെയ്തായിരുന്നു മോളും. ഇത് അനിയനും ഫാമിലി ആയിട്ടാണ് ഞങ്ങളെപ്പോഴും പുറത്ത് പോകുന്നത്. ഇപ്പം എവിടെ പോയാലും ഞങ്ങൾ രണ്ട് ഫാമിലി ആയിട്ടാണ് പോണത്, ചേട്ടൻ്റെ അനിയനും ഫാമിലി ആയിട്ട്. ഇത് പാറുക്കുട്ടി ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും ഇളയ മോളാണേ. അവൾക്ക് നീളക്കുറവായത് കാരണം അവളെ എടുത്ത് മോളിരുത്തിയാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യിച്ചത് കേട്ടോ. അവൾ ഷൂട്ട് ചെയ്തിട്ട് അതൊന്നും കൊണ്ടതൊന്നുമില്ല, വെറുതെ 100 രൂപ പോയത് തന്നെ മിച്ചം. അങ്ങനെ പിന്നെ ഞങ്ങൾ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട്, ഗൺ ഷൂട്ടുണ്ടല്ലേ, അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം എന്താണ്ട് ഇങ്ങനെയുള്ള കുറേ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഫുട്ബോൾ കളിക്കുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കമ്പ് വെച്ചിട്ട് ആളുകളെ ഇങ്ങനെ ആക്കിയിട്ട് ഒരു ബോൾ അതിനകത്തുണ്ട്, അങ്ങനെ അടിക്കുന്നതാണേ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ സിനിമ കാണാനായിട്ട് കയറി. അപ്പോഴത്തേക്ക് സമയമായിട്ടുണ്ടായിരുന്നേ. പിന്നെ ആദ്യം നമ്മൾ സിനിമ കാണാൻ കയറുമ്പോൾ ആദ്യത്തെ ഒരു ചടങ്ങ് എന്താ, പോപ്കോൺ വാങ്ങിക്കുക. അതിന് ക്യൂ നിൽക്കുകയാണേ. മക്കളും ചേട്ടനും അനിയനും എല്ലാവരും ഉണ്ട് അവിടെ. പിന്നെന്താ, പോപ്കോണൊക്കെ വാങ്ങിച്ച്. പോപ്കോണിനൊക്കെ ഭയങ്കര വിലയാണ്. ഇതാ ഈ ഒരു 250 രൂപയാണ് ഈ പോപ്കോണിന്. പിന്നെ ഞങ്ങൾ പോപ്കോണൊക്കെ വാങ്ങി സിനിമ തിയേറ്ററിലേക്ക് കയറി കേട്ടോ. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിലേ, ഒരു റിയാലിറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമാകുന്ന സിനിമയായിരുന്നില്ല കേട്ടോ. ഒരു വാമ്പയർ പോലുള്ള അതൊക്കെ കൊച്ചുങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. എനിക്കിഷ്ടമായിട്ടുണ്ട് കേട്ടോ. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മുത്തശ്ശി കഥകളൊക്കെ കേൾക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്കിഷ്ടമായി ഈ സിനിമ കേട്ടോ. പക്ഷേ ചേട്ടനും അനിയനും ഒന്നും ഇഷ്ടമായിട്ടില്ല കേട്ടോ. അവർ പറയുന്നു ഒരു റിയാലിറ്റി ഇല്ലാത്ത സിനിമയായിപ്പോയി, വെറുതെ ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ നല്ല സിനിമയായിരുന്നു കേട്ടോ. ഒരു കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ളവർക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാകും.